റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ ഏറെ പ്രതീക്ഷയോടെ ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ് എന്ന അഭിപ്രായമുള്ളപ്പോഴും റിപ്പോർട്ട് പുറത്തു വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ തോന്നൽ. അതിനുള്ള സാഹചര്യം, അതിൻ്റെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ പൂർണ്ണമായും സംശയിക്കുകയാണ് എന്നുള്ളതാണ്. റിപ്പോർട്ട് പുറത്ത് വരേണ്ടതാണ് എങ്കിൽ ഇങ്ങനെയല്ല സർക്കാർ പ്രതികരിക്കേണ്ടത്. ഇന്ന് 11 മണിക്ക് ആ റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു. വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം സർക്കാർ ഇന്ന് നമ്മൾക്കടക്കം റിപ്പോർട്ടിനടക്കം 8 മാധ്യമപ്രവർത്തകർക്ക് ആ റിപ്പോർട്ടിന് പകർപ്പ് നൽകേണ്ടതായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് നൽകിയില്ല. പകരം ഇപ്പോഴുള്ള കോടതി ഉത്തരവ് ആ റിപ്പോർട്ട് പുറത്തു വിടുക, ആ റിപ്പോർട്ടിന്മേൽ പൊതുസമൂഹം ചർച്ച നടത്തണം എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നത്. ആ ഉത്തരവ് അവിടെ നിലനിൽക്കെ വേറൊരു ഹർജി കോടതിയിൽ പോവുകയും ആ ഹർജിയിന്മേൽ കോടതി ഒരു തീരുമാനം ഇതുവരെ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നാളെ എങ്ങനെ കോടതി പരിഗണിക്കുമെന്ന് നോക്കിയിട്ടാകാം എന്നൊരു സമീപനം സർക്കാർ എടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് എതിർത്ത് വരൂ, എന്നിട്ട് വേണം ഒന്ന് തടസ്സവാദം പറയാൻ എന്ന നിലപാടാണ് സർക്കാരിന് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണവും അതായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയനെ ഞാനല്ല, സാംസ്കാരിക വകുപ്പല്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പക്കലാണ് ആ റിപ്പോർട്ടുള്ളത്. അത് ഞാൻ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന് മന്ത്രി പറയുകയാണ്. വകുപ്പിന് ഒരു ചുമതലയുമില്ല അത്രേ. വകുപ്പാണ് ഇന്ന് ഈ റിപ്പോർട്ട് നൽകുമെന്ന് വകുപ്പിന് വേണ്ടി എസ് പി ഒ നൽകിയ കത്താണ് നമ്മുടെ പ്രതിനിധി റോഷിപാലിൻ്റെ കയ്യിലുള്ളത്. ഇതാ ഇന്ന് 11 മണിക്ക് റിപ്പോർട്ട് നൽകുന്നുവെന്ന്. ഇപ്പോൾ തടസ്സവാദം പറഞ്ഞതും അതേ എസ് പി ഒ തന്നെ നൽകിയ റിപ്പോർട്ടിലാണ്, പ്രതികരണത്തിലാണ്. അത് ഈ രഞ്ജിനിയുടെ പരാതി വന്നിരിക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ്. നടി രഞ്ജിനിയുടെ ഇടപെടലിലും സംശയമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. WCC അംഗമാണ് നടി രഞ്ജിനി. WCC എന്ന സംഘടന ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും അന്തസ്സ് കാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം വരണമെന്നും ആഗ്രഹിക്കുമ്പോൾ അത് പൊതുമണ്ഡലത്തിലേക്ക് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മറിച്ചൊരു നിലപാട് WCCയിലെ ഒരു അംഗം തന്നെ പുറത്ത് എടുത്തിരിക്കുന്നത് WCCയോട് ആലോചിക്കാതെയാണ് എന്ന് അതിലെ മറ്റംഗങ്ങൾ തന്നെ പറയുകയാണ്. പക്ഷെ അപ്പോഴും അവരുടെ കൺസേൺ എന്താണ് എന്നുള്ളത് അത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് അവരത് പറഞ്ഞുകൊള്ളട്ടെ എന്നൊരു വിശാല കാഴ്ചപ്പാട് ഇപ്പോൾ WCC എടുക്കുന്നു. പക്ഷേ ഞാൻ സംശയത്തോടാണ് വീക്ഷിക്കുന്നത്. കാരണം സജി പാറയിൽ നിന്ന് വ്യത്യസ്തമല്ല രഞ്ജിനിയുടെ നിലപാടും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലാക്കൽ. മറിച്ചുണ്ടാകുന്ന ഒരു സമീപനം ഉണ്ടാകട്ടെ, പക്ഷേ ഇപ്പോഴത്തെ മനസ്സിലാക്കൽ അങ്ങനെയല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ അതിനെ തടസ്സവാദം ഉന്നയിക്കുന്നു. കാരണം ഇതിന് തുടക്കം മുതൽ പറയുന്നുണ്ട് സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക എന്ന്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ 2 പോയിന്റ്സ് ആണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. എത്ര മ്ലേച്ഛമായ സാഹചര്യമാണ് സിനിമാ മേഖലയിൽ ഉള്ളത് എന്നുള്ളതാണ്. സഹകരിക്കുന്നവർ ഒരു വിഭാഗമായി നിൽക്കുന്നു, സഹകരിക്കുന്നവരെ മതി സിനിമയിൽ എന്ന നിലപാടെടുക്കുന്നു, അല്ലാത്തവർ പുറത്തു പോകുന്നു. അത് നമ്മൾ ഈ പറയുന്ന സഹകരണത്തിനപ്പുറം മറ്റു കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ മറിച്ചുള്ള നിലപാടെടുക്കും, ഇതിന്മേൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത നടിമാർ, അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്തുപോയി തന്നെ WCC രൂപീകരിച്ച നടിമാർ, അവർക്ക് എന്തൊക്കെ സഫർ ചെയ്തേണ്ടി വന്നിട്ടുണ്ട്, എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കരിയർ തന്നെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടവരുണ്ട്. വല്ലപ്പോഴും ഒരു സിനിമ ലഭിക്കുന്നവരുണ്ട്. ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് ഈ തരത്തിൽ ശക്തമായി പ്രതികരിച്ചവർ. അപ്പോൾ നമുക്കറിയാം ആരാണ് സഹകരിക്കുന്നവർ എന്ന രൂപത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. എല്ലാ തരത്തിലുള്ള സഹകരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ നിലപാടിന് വിരുദ്ധമായി അവർക്ക് റാൻ മൂളി നിൽക്കാത്തവരെല്ലാവരും തന്നെ സഹകരിക്കാത്തവരാണ്. അപ്പോൾ ഇതിലപ്പുറമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സർക്കാരിന് എന്താണ് സമ്മർദ്ദം എന്ന് ചോദിച്ചാൽ ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് സമ്മർദ്ദം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഭീഷണിയുടെ രൂപത്തിലും പ്രലോഭനത്തിൻ്റെ രൂപത്തിലും ഒക്കെയായി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രലോഭനവും ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ഇതിങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകട്ടെ, നിയമ കുരുക്കുകളിൽപ്പെട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. 4.5 വർഷം അടയിരുന്നതും അങ്ങനെയാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന അന്നേ ഘട്ടത്തിൽ തന്നെ നമ്മളടക്കമുള്ളവർ, റിപ്പോർട്ടർ അടക്കമുള്ളവർ സാംസ്കാരിക വകുപ്പിനോട് ആവശ്യപ്പെട്ടതാണ്. അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷൻ വഴിയാണ് നമ്മൾ നീങ്ങിയത്. അപ്പോഴും വിവരാവകാശ കമ്മീഷനും വിവരങ്ങൾ പൂർണ്ണമായി നൽകുന്നതിന് സർക്കാർ വിമുഖത കാട്ടി. എന്നിട്ടിപ്പോൾ ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്, എന്താണ് ഇത്ര വിപ്രാളം, ആർക്കാണ് ഇത്ര തിരക്ക് എന്ന്. തിരക്കുണ്ട്. സിനിമാ മേഖലയിൽ അന്തസ്സോടെ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് തിരക്കുണ്ട്. ആ തിരക്ക് സർക്കാരിന് മനസ്സിലാകുന്നില്ലെങ്കിൽ സർക്കാരിനോട്
സഹതാപം മാത്രമേ ഉള്ളൂ. ഈ 4.5 വർഷം അടയിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്ന സാഹചര്യം എന്താണ്? സർക്കാർ സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ടിന് ഒരു സമിതിയെ നിശ്ചയിക്കുകയെന്നല്ല ചെയ്തത്, ഒരു കമ്മിറ്റി നിശ്ചയിക്കുകയല്ല ചെയ്തത്. ഇങ്ങനെയൊരു ആവശ്യം WCC എന്നൊരു സംഘടന രൂപീകരിച്ച ശേഷം അവർ മുന്നോട്ട് പോയി ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് പഠിക്കാൻ ഒരു സമിതി വേണമെന്ന്. അങ്ങനെയാണ് ആദ്യം കമ്മീഷനെന്ന് ആലോചിച്ചു. കമ്മീഷനായാൽ കുറച്ചുകൂടി ശക്തമാകുമല്ലോ. കമ്മീഷൻ വന്നാലുള്ള കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്ന് ഞാൻ കോഡ്സിലാണ് പറയുന്നത്, സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാകുമെന്നുള്ളതുകൊണ്ടാണ് കമ്മിറ്റി ആയത്. കമ്മിറ്റി ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ ഉത്തരവാദിത്തം എന്നുള്ളതുകൊണ്ടാണ് അത് പുറത്തു വിടേണ്ടതില്ല എന്നൊരു നിലപാടും എടുക്കാം. അതിന്മേലാണ് അടയിരുന്നത്. നിയമം തയ്യാറാക്കുമെന്ന് വെറുതെ സഭയിൽ പറയുക, കാലങ്ങളോളം മാറ്റിവെക്കുക, ആർക്കാണ് ധൃതി എന്ന് ചോദിക്കുക, വലിയ വ്യവസായത്തിൽ നിന്ന് വരുന്ന നേട്ടമൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതുക, അവിടുത്തെ സ്ത്രീകൾ അന്തസ്സില്ലാതെ ഗതികെട്ട് ജീവിക്കേണ്ട സാഹചര്യം വരുത്തുക. ഇതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ചല്ലെങ്കിൽ സർക്കാർ തെളിയിക്കണം. റിപ്പോർട്ട് പുറത്തു വരുമെന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോടതി അങ്ങനെ ഇടപെട്ട് പറയണം. അല്ലാതെ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വിടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.